ഇന്നൊക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. എമ്പുരാൻ സിനിമാ വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച മോഹൻലാൽ. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിയത് അണിയറ പ്രവർത്തകരുടെ ഒറ്റക്കെട്ടായ തീരുമാനം. പ്രിയപ്പെട്ടവർക്കുണ്ടായ വിഷമത്തിന് ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. മോഹൻലാലിന്റെ FB പോസ്റ്റ് ഷെയർ ചെയ്ത പൃഥ്വിരാജ്. എമ്പുരാനെതിരായ സംഘപരിവാർ നീക്കം ഫാസിസമെന്ന് മുഖ്യമന്ത്രി. ഭീഷണിപ്പെടുത്തിയും അവഹേളിച്ചും ഉള്ളടക്കത്തെ തിരുത്തിക്കുന്നത് ഭീരുത്വമെന്ന് VD സതീശൻ. സിനിമ കാണില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. എമ്പുരാന്റെ എഡിറ്റഡ് പതിപ്പ് വ്യാഴാഴ്ച പ്രദർശനം തുടങ്ങും. മലപ്പുറം വണ്ടൂരിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട വീടിന്റെ മതിൽ തകർത്തു. ഗേറ്റിനടുത്ത് നിന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റി 25 പേർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് കാമാഖ്യ എക്സ്പ്രസിന്റെ 11 ബോഗികൾ. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അപകട കാരണം വ്യക്തമല്ല. യാക്കോബായ സഭാധ്യക്ഷൻ മാർ ബസിലിയോസ് ജോസഫ് കാതോലിക്ക ബാവയ്ക്ക് കൊച്ചിയിൽ ആവേശകരമായ സ്വീകരണം. കാതോലിക്ക ബാവയുടെ ആശീർവാദം സ്വീകരിച്ച് വഴിനീളെ വിശ്വാസികൾ. സ്ഥാനാരോഹണ ചടങ്ങുകൾ പുത്തൻകുരിശ് പാത്രിയാർക്ക കത്തീഡ്രലിൽ. അനുമോദന സമ്മേളനം ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ലഹരി വേരോടെ പിഴുതെറിയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിനൊപ്പം പൊതുസമൂഹത്തിന്റെ ഇടപെടലും വേണം. സ്കൂളുകളിൽ അടുത്ത വർഷം സ്കൂബ ഡാൻസ് കൊണ്ടുവരുന്നത് ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി. കൊച്ചിയിൽ 2 ഇടങ്ങളിലായി വൻ ലഹരിവേട്ട. എളമക്കരയിൽ 1/2 കിലോ MDMA-യുമായി യുവാവ് പിടിയിൽ. ആലുവയിൽ 47 ഗ്രാം MDMA-യുമായി 53-കാരൻ കസ്റ്റഡിയിൽ. കൊച്ചിയിൽ 2.7 കോടി രൂപ പിടികൂടിയ സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. പണം കൊടുത്തുവിട്ടത് കൊച്ചി മാർക്കറ്റ് റോഡിലെ ടെക്സ്റ്റൈൽസ് ഉടമ രാജ മുഹമ്മദ്. രാജ മുഹമ്മദിനെ ചോദ്യം ചെയ്യാൻ പോലീസ്. ആർക്കുവേണ്ടിയാണ് പണം കൊണ്ടുവന്നത് എന്നതിൽ വ്യക്തത വരുത്തും. ഓട്ടോ ഡ്രൈവർക്ക് കേസിൽ പങ്കില്ലെന്ന് പോലീസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ നിരസിച്ച് സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന് വാദം. സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലും സീറ്റ് വർധന പരിഗണനയില്ലെന്നും സർക്കാർ. കോതമംഗലത്തെ സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർധനവിന് അനുമതി. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത്. മോദിയുടെ സന്ദർശനം ചരിത്രപരമെന്ന് RSS. രാജ്യത്തെ സേവിക്കാൻ RSS പ്രചോദനമെന്ന് നരേന്ദ്രമോദി. മ്യാൻമറിൽ ഭൂചലനത്തിൽ മരണം 1400 കടന്നു. 3500-ഓളം പേർക്ക് പരിക്ക്. കൂടുതൽ പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിൽ.